ബി.ജെ.പിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒപ്പം തന്നെ റിബൽ ശല്യവും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ, അതിനുശേഷം 2 മാസം പിന്നിടുമ്പോൾ ആനന്ദിൻ്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ പ്രദേശത്തെ പ്രവർത്തകർ തന്നെ ആനന്ദ് സജീവമായ ബി.ജെ.പി പ്രവർത്തകരാണ് എന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പെരിങ്ങമല ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ 43 ലക്ഷം രൂപ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് തന്നെ അടയ്ക്കാനുണ്ട് എന്ന ഓഡിറ്റ് റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ബി.ജെ.പിയുടെ ലീഡർഷിപ്പിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ ബി.ജെ.പി സംസ്ഥാന ലീഡർഷിപ്പ് പൂർണ്ണമായി പ്രതിരോധത്തിലാണ് എന്ന് തന്നെ പറയാം. എന്ത് ആത്മഹത്യ, എന്തിനെ കുറിച്ചാണ് താങ്കൾ പറയുക? ബി.ജെ.പി നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ? ബി.ജെ.പി ഇത്രയും സ്ഥാനാർത്ഥി അല്ലല്ല, നിങ്ങൾക്ക് ബി.ജെ.പി ഇത്രയും സ്ഥാനാർത്ഥി നിർത്തിയതിൻ്റെ ചുരുക്കല്ലേ ഇതൊന്നും ഈ പത്രസമ്മേളനത്തിൽ വേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുമാതിരി മൂന്നാം കിട മാർക്സിസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ, SDPA-കാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ. അതിന് ഉത്തരം പറയും. അതിനിങ്ങനെയാണ് ഉത്തരം. നമസ്കാരം. ഓക്കെ. ബാങ്കിലെ അഴിമതി, മരണം, ആനന്ദിന്റെ മരണം, ചോദ്യത്തിന് മറുപടി പറയണ്ടേ സുരേഷ്? ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നതായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റപ്പോൾ പുതിയ ഭാരവാഹികൾ വന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സീറ്റ് നിർണയം അത് പൂർത്തിയായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഡേറ്റ് കഴിയുമ്പോൾ ഏകദേശം 2444ഓളം വരുന്ന സീറ്റുകളിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളില്ല. ഒപ്പം തന്നെ ബി.ജെ.പി വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ്, വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന തരത്തിലുള്ള വാദവും ഇതോടെ പൊളിയുകയാണ്. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് തിരുമല അനിൽ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാവാണ്. നിയമവും ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. പാർലമെൻ്ററി പാർട്ടി പ്രധാനപ്പെട്ട നഗരസഭയുടെ നേതാവാണ്. ഈ വിഷയങ്ങൾ, നഗരസഭാ ചട്ടങ്ങളും അതനുസരിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ നഗരസഭയിൽ അവതരിപ്പിച്ചിരുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സമീപിച്ചിട്ടും അതിന് പരിഹാരമുണ്ടായില്ല. തങ്ങൾ വിശ്വസിച്ച് താൻ തന്നെ വിശ്വസിച്ച് നൽകിയ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ പണം തിരിച്ചടയ്ക്കാനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നു. അതിനുശേഷമാണ് ആനന്ദിൻ്റെ മരണമുണ്ടാകുന്നത്. ആനന്ദ് പ്രദേശത്തെ സജീവ RSS പ്രവർത്തകനാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് തള്ളിപ്പറഞ്ഞിട്ടും അവിടെ പോലീസ് എടുത്ത മൊഴിയിൽ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ അദ്ദേഹം വാർഡ് കമ്മിറ്റിയിൽ, ഈ സ്ഥാനാർത്ഥി നിർണയ വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വസ്തുത വച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. ബി.ജെ.പി കേരളത്തിൽ എന്തുമാത്രം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വാക്കുകളിൽ നിന്നും ഈ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ടത്. ക്യാമറ പേഴ്സൺ ഷാജിലേക്കൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.